ഹായ് എവരി വൺ, വെൽക്കം ടു ജയിലൻ പി എസ് സി. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമുക്ക് ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം അല്ലേ. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമുക്ക് എന്ത് ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടി. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ നമ്മൾ പ്രയോറിറ്റി ചെയ്ത് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ 2021, 22, 23, 24, 25 ഇങ്ങനെയുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. പല സ്റ്റേജസ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റേജസ് എല്ലാം നമ്മൾ എന്ത് അനലൈസ് ചെയ്യും. അതായത് ആ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ മുൻഗണന കൊടുത്ത് പഠിക്കണം, അതൊക്കെ നമുക്ക് എന്ത് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 3 സ്റ്റേജ് ആയിട്ടാണ് എന്ത് എക്സാമിനേഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് എന്നാണ് മെയ് 2-നാണ്. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലോ മെയ് 16-നാണ്. തേർഡ് സ്റ്റേജ് ആണെങ്കിലോ ജൂൺ 6-നാണ്. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് എന്താ നമുക്ക് എക്സാമിനേഷൻ നടക്കുന്നത് അല്ലെ. അപ്പൊ ഏത് സ്റ്റേജാണ് നമുക്കെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ മെയ് 2-നാണ് നമ്മുടെ എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ ഇനി പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇനി ഒരു 20-25 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ മുമ്പില്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് ഒന്ന് പരിചയപ്പെടാം. അതിന് ശേഷം നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ സിലബസ്. സിലബസ് ഒക്കെ ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാവർക്കും തന്നെ അറിയായിരിക്കാം. എങ്കിലും പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം. അപ്പൊ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ സിലബസ് പരിചയപ്പെടണം. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കിവിടെ ഹിസ്റ്ററി വരുന്നത് 10 മാർക്കിനാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുകൂടാതെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ 3 ഹിസ്റ്ററിയും കൂടി കൂട്ടിയാണ് നമുക്ക് 10 മാർക്ക് വരുന്നത്. ജോഗ്രഫി ആണെങ്കിൽ 5 മാർക്കാണ്. ജോഗ്രഫി ഇന്ത്യ, കേരളം, അതുപോലെ തന്നെ വേൾഡ്, ഈ 3 ജോഗ്രഫിയും കൂടി കൂട്ടി 5 മാർക്കാണ് വരുന്നത്. പിന്നെ എക്കണോമിക്സ് വരുന്നത് 5 മാർക്കാണ്. സിവിക്സ് വരുന്നത് 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 5 മാർക്കാണ്. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് റിലേറ്റഡ് ആണെങ്കിൽ 10 മാർക്ക് വരും അല്ലെ. 10 മാർക്ക് വരും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ IT എത്രയാ, IT 5 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ 5 മാർക്ക്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി അല്ലെ, മാത്സ്, മെന്റൽ എബിലിറ്റി വരുന്നത് 20 മാർക്കാണ്. എത്ര മാർക്കാണ്? 20 മാർക്ക്. അതുകൂടാതെ ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സിലബസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ഏതിനൊക്കെയാ. മാത്സ് 20 മാർക്ക് ഉണ്ട്, ഇംഗ്ലീഷ് 20 മാർക്ക് ഉണ്ട്, മലയാളം 10 മാർക്ക് ഉണ്ട്, ഹിസ്റ്ററി 10 മാർക്ക് ഉണ്ട്, ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് റിലേറ്റഡ് എത്ര 10 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ 20, 20, 40, 10, 50, 60, 70. അപ്പൊ തന്നെ നമുക്ക് എത്രയും ഇത്രയും ടോപ്പിക്കിൽ നിന്ന് തന്നെ 70 മാർക്കിനുള്ള ഒരു കണ്ടന്റ് ആയി. പിന്നെ നമ്മൾ ചൂസ് ചെയ്ത് പഠിക്കേണ്ടത് നമുക്ക് ഏതാണോ എളുപ്പമുള്ളത് അല്ലെ, ഏത് സബ്ജക്റ്റ് ആണോ കൂടുതൽ പഠിച്ചാൽ കിട്ടുന്നത് അതനുസരിച്ച് പഠിക്കുക. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനൊക്കെയാ? കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, കൂടാതെ IT 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി, കൂടാതെ എക്കണോമിക്സ് 5 മാർക്ക്. ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് എന്ത്, ജോഗ്രഫിക്ക്. കാരണം നമുക്ക് കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഈ 3 ജോഗ്രഫിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ 5 മാർക്കുള്ളൂ. ഇപ്പൊ ജോഗ്രഫി എളുപ്പമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ഫുള്ളി കോൺഫിഡന്റ് ആയിരിക്കും, ജോഗ്രഫി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുള്ളി മാർക്ക് കിട്ടുമെന്നുള്ളതാണെങ്കിൽ ജോഗ്രഫിക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോഗ്രഫിക്ക് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ ജോഗ്രഫി പഠിക്കേണ്ട എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജോഗ്രഫിയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എങ്ങനെയായാലും നോക്കി പോവുക. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വരുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ള ഒരു ടോപ്പിക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. കേരള ഹിസ്റ്ററി തുടങ്ങുന്നത് തന്നെ പോർച്ചുഗീസിന്റെ വരവോട് കൂടിയാണ്. 1498 വാസ്കോഡ ഗാമ കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങുന്നതോട് കൂടിയാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ അറൈവൽ ഓഫ് യൂറോപ്യൻ എന്നുള്ളതിൽ നിന്ന് ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞു പോയ പ്രിലിംസ് എക്സാമിനേഷനുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് തിരുവിതാംകൂർ ഹിസ്റ്ററിയാണ് അല്ലെ. തിരുവിതാംകൂർ വിവിധ രാജാക്കന്മാരുണ്ട് അല്ലെ. മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുള്ള വിവിധ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളും അവരുടെ ഭരണ പരിഷ്കാരങ്ങളും അവരുടെ റൂളിംഗ് ഇയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. എന്താ 8 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് അല്ലെ, സാമൂഹ്യ മത നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനം അല്ലെങ്കിൽ അതിലെ നേതാക്കൾ, വ്യക്തിത്വങ്ങൾ അല്ലെ, സംഘടനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. കേരളം റിലേറ്റഡ് ആണ് 9. ഓക്കെ, 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ മൂവ്മെന്റ് അല്ലെ, ഐക്യ കേരള പ്രസ്ഥാനം, അങ്ങനെയുള്ള തിരുവിതാംകൂർ കൊച്ചി സംയോജനം, പിന്നെ വിവിധങ്ങളായ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വിവർത്തന പ്രക്ഷോഭം അല്ലെ. നമ്മൾ മുമ്പ് ഉള്ള കാലഘട്ടം എടുക്കുകയെങ്കിൽ
1891 മലയാളി മെമ്മോറിയൽ ഉണ്ട്. 1896 ഈഴവ മെമ്മോറിയൽ ഉണ്ട്, അല്ലേ? അങ്ങനെ കുറെ നാഷണൽ മൂവ്മെന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്, അതിനെക്കുറിച്ചുള്ള കണ്ടന്റുകൾ പഠിക്കുക. കാരണം ഈ കേരള ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ നാഷണൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, 12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് നമുക്കറിയാം 3 ഹിസ്റ്ററിയും കൂടി കൂട്ടിയാണ് 10 മാർക്കുള്ളത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അത് നമുക്ക് സാധ്യമല്ല. അപ്പൊ എന്താ, കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഈ 4 ടോപ്പിക്കെങ്കിലും മിനിമം കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഡീവിയൽ ഇന്ത്യ, അല്ലെ? സ്വാതന്ത്ര്യ സമരം, ഒന്നാം ലോക മഹായുദ്ധം, അല്ലെ? 1857 ഇല്ലേ യുദ്ധം, ഇല്ലേ? അവിടെ തൊട്ടുള്ള പോർഷൻസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെ ബ്രിട്ടീഷ് റൂള്, അതിൽ നിന്ന് 9 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്വദേശി പ്രസ്ഥാനം, അല്ലെ? സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്ന് 6 മാർക്കിന് 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധിയൻ ഇറ, അല്ലെ? ഗാന്ധിജിയുമായി റിലേറ്റഡ് ഉള്ള എല്ലാ ഫാക്ടുകളും പഠിച്ചിരിക്കുക. ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന്, ആ ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞു പോയ പ്രിലിമിനറി എക്സാമിനേഷനുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്. 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാഷ്ട്രീയം, അല്ലെ? പൊളിറ്റിക്കൽ സിനാരിയോ ആണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ INC ഒക്കെ പണ്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. ഇപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഫോർമേഷനും അതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ദേശീയ തലത്തിൽ എടുത്ത ഓരോ നിലപാടുകളും അതിന്റെ സെഷൻസിന് അധ്യക്ഷത വഹിച്ച ഓരോരോ ആൾക്കാര്, വ്യക്തിത്വങ്ങള്, പിന്നെ എസ്പെഷ്യലി നമ്മുടെ വന്ദേ മാതരം അല്ലെങ്കിൽ ജനഗണമന അത് INC-യുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഏത് സെഷനിൽ അവതരിപ്പിക്കപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവുക. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചായിരിക്കും. പഠിച്ചവര് ഒന്നുകൂടി റിവൈസ് ചെയ്യുക, പഠിക്കാത്തവർ പുതുതായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി വരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. നമുക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, അങ്ങനെ ഒത്തിരി റെവല്യൂഷൻസ് ഉണ്ട്. ചൈനീസ് റെവല്യൂഷൻ, അല്ലേ? റഷ്യൻ ഉണ്ട്. അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റെവല്യൂഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ ഏകദേശം 10 ക്വസ്റ്റ്യനോളം ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനായിട്ട് അമേരിക്കൻ റെവല്യൂഷന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റഷ്യ, ചൈന, അങ്ങനെ. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷനും അമേരിക്കൻ റെവല്യൂഷനും പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയും അനുബന്ധ ഏജൻസികളും, അല്ലെ? UNO, അത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ വേൾഡ് വാർ ഉണ്ട്, അല്ലെ? ഒന്നാം ലോക മഹായുദ്ധം, അല്ലെ? 1914 1939 രണ്ടാം ലോക മഹായുദ്ധം, അത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഹിസ്റ്ററി ടോപ്പിക്കുകൾ നോക്കേണ്ടത്. അടുത്തതോ ജോഗ്രഫിയാണ്. ഞാൻ പറഞ്ഞു ജോഗ്രഫി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം എങ്ങനെയായാലും നോക്കി പോകണം, അല്ലെ? ജോഗ്രഫിയിൽ അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ് വേൾഡ് ജോഗ്രഫിയിലാണ്. പിന്നെ മാപ്പ് ഉണ്ട്, അല്ലെ? ടോപ്പോഗ്രാഫിക് മാപ്സ്, അല്ലെ? മാപ്പ്, വിവിധങ്ങളായ മാപ്പുകളുണ്ട്. പിന്നെ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, GIS സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിരിക്കുക. പിന്നെ ഇന്ത്യൻ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ഇതൊക്കെ എന്താ വേൾഡ് ജോഗ്രഫിയിൽ പഠിക്കുക. ഇനി ഇന്ത്യൻ ജോഗ്രഫി വരാൻ നേരത്ത് ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയിലും ഓൾമോസ്റ്റ് ടോപ്പിക്കുകൾ സിമിലർ ആണ്. രണ്ടിന്റെയും ഫിസിയോഗ്രാഫി അതുപോലെ സ്റ്റേറ്റ് ഉള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതിനാണ് ഏറ്റവും കൂടുതൽ ഭൂപ്രകൃതി, അല്ലെ? അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളിലെ ഓരോരോ വ്യത്യാസങ്ങള്, ഘടനകള്, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കണം. പിന്നെ നോർത്തേൺ മൗണ്ടൻ, അല്ലേ? ഭൂപ്രകൃതി പറയാൻ നേരത്തെ നമുക്കറിയാം ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെ ഭൂപ്രകൃതിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ റിവർ, അതുപോലെ തന്നെ ക്ലൈമറ്റ്, കാലാവസ്ഥ, ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഇതില് ഇന്ത്യൻ ജോഗ്രഫിയിൽ അതുപോലെ തന്നെയാണ് എന്ത് നമുക്ക് കേരള ജോഗ്രഫിയിലുള്ളത്, അല്ലെ? ഫിസിയോഗ്രാഫി ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്. ഓക്കെ, ഇനി എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനൊക്കെയാണ്. നാഷണൽ ഇൻകം, അതുപോലെ പബ്ലിക് ഫിനാൻസ്, RBI, നാഷണൽ ഇൻകം, അല്ലെ? നാഷണൽ ഇൻകത്തിന് കൊടുക്കണം. പിന്നെ റിസർവ് ബാങ്കിന് കൊടുക്കണം. പിന്നെ എന്താ, പബ്ലിക് ഫിനാൻസിന് കൊടുക്കണം. പിന്നെ നമ്മുടെ 5 ഇയർ പ്ലാൻ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗ് ചോദിച്ചിട്ടുണ്ട്. ഫിസ്ക്കൽ പോളിസി, അല്ലെ? ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അല്ലെ? ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. ഓക്കെ, നാഷണൽ ഇൻകം, RBI, പബ്ലിക് ഫിനാൻസ്, 5 ഇയർ പ്ലാൻ, പിന്നെ ഏതാ, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, നീതി ആയോഗ് ഒക്കെയാണ് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഇനി നമുക്ക് സിവിക്സിലെ ടോപ്പിക്ക് നോക്കാം. സിവിക്സ്, അല്ലെ? ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ, ഈ 3 ടോപ്പിക്കുകൾ, ഇത് 3ഉം കണക്റ്റഡ് ആണ്, അല്ലെ? ഇതിൽ നിന്നായിട്ട് 13ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ ഉള്ളത് RTA ആണ്, അല്ലെ? RTA ചോദിച്ചിട്ടുണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പൊ അത് റിലേറ്റഡ് കറണ്ട് അഫെയർ അങ്ങനെയൊക്കെ ചോദിക്കാം.
ഇപ്പോൾ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് അത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയായാലും ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കറണ്ട് അഫെയർ എന്നുള്ള സെക്ഷനിൽ. അപ്പോൾ കറണ്ട് അഫെയറും അവർക്ക് ഇൻക്ലൂഡഡ് ആവും, അതുകൂടാതെ സിവിക്സും ഇൻക്ലൂഡഡ് ആവും. നമുക്ക് ഈ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് എടുത്ത് പറയുന്നില്ല, ഓരോ ടോപ്പിക്കിന്റെയും കൂടെ തന്നെ അവർ പ്ലസ് കറണ്ട് അഫയേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഇതിന്റെയൊക്കെ കൂടെ തന്നെ അനുബന്ധമായിട്ട് നമുക്ക് എന്ത് കറണ്ട് അഫയേഴ്സും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്ത് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കറണ്ട് അഫെയർ പ്രതീക്ഷിക്കാം. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇ ഗവേണൻസ് ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇ ഗവേണൻസ് ഇമ്പോർട്ടൻസ് ആണ്. ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് RTI അല്ലെ, RTI നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെ, വിവരാവകാശം എങ്ങനെ വന്നു, ഏത് കാലഘട്ടത്തിൽ ഏത് ബില്ല് പാസ്സാക്കി അല്ലെ, അതിനെ തുടർന്ന് കമ്മീഷൻ വന്നു, കമ്മീഷന്റെ ഘടന അല്ലെ, ആരൊക്കെ ഉൾപ്പെടുന്നു, ആര് നിയമിക്കുന്നു, ആര് അവർക്ക് രാജിക്കത്ത്, ആർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, അങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ട്, അതുകൂടാതെ ഭരണഘടനാ ഭേദഗതി ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് മാത്രം പറയാം. ഫസ്റ്റ് അമെന്റ്മെന്റ് ആണ്, 14 ക്വസ്റ്റ്യൻസോളം എന്ത് ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഭരണഘടനാ ഭേദഗതി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താ മൗലികാവകാശം അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് 10 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും ടോപ്പിക് അല്ലേ ഉള്ളൂ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ ഒരു 5 ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് എന്താ ഡിഗ്രി പ്രിലിംസ് എന്നുള്ള ഒരു കടമ്പ കടന്നു കിട്ടാം. ഓക്കെ, പ്രിലിംസ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മെയിൻസ് അല്ലെ. മെയിൻസ് നമുക്കറിയാം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടിയായിരിക്കും നടക്കുന്നത്. അപ്പൊ അപ്പോഴേക്കും നമുക്ക് എന്ത് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടും. ഈ ഒരു മാസ കാലയളവ് നല്ല രീതിയിൽ വിനിയോഗിക്കുക. കാരണം ബൾക്ക് വേക്കൻസി വരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷനുകളിൽ ഏറ്റവും കൂടുതൽ ബൾക്ക് വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് ആണ് എന്ത് കമ്പനി ബോർഡ് അല്ലെ. കമ്പനി ബോർഡ് മാത്രമല്ല, ഈ പ്രിലിംസിന് നമുക്ക് SPCAD ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട് അല്ലെ, കോഴ്സ് ഉള്ളവർക്ക് എക്സൈസ് ഉണ്ട്, അങ്ങനെ വിവിധങ്ങളായ എക്സാമുകൾ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ്, ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള എക്സാമിനല്ലേ. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഗുണം അല്ലെ, കട്ട് ഓഫ് കുറവായിരിക്കും. കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് എന്താ കട്ട് ഓഫ് കുറയ്ക്കേണ്ട വരും അല്ലെ. കമ്പനി ബോർഡൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ട് 14 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്പേസ് ആൻഡ് ഡിഫൻസ് ബേസ് ചെയ്തിട്ട് 12 ക്വസ്റ്റ്യൻ. പിന്നെ ബയോളജി, ഫിസിക്സ് റിലേറ്റഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് നമുക്ക് ആക്സിയം 4 മിഷൻ അല്ലെങ്കിൽ സ്പേസ് എക്സിന്റെ പുതിയ മിഷൻസ് അല്ലെങ്കിൽ DRDO റിലേറ്റഡ് ഫാക്ട്, അങ്ങനെയുള്ള കറണ്ട് അഫെയർ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലും. പിന്നെ നമുക്ക് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അല്ലെ, അതിൽ അവാർഡ്സുകൾ ചോദിക്കാം, ഫിലിം അവാർഡ്സ് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ഓരോ ചാമ്പ്യൻഷിപ്പ് ചോദിക്കാം. അങ്ങനെയുള്ള വിവിധങ്ങളായ ക്വസ്റ്റ്യൻസ് നമുക്ക് കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങള് നമ്മുടെ ജയിലൻ PSC എന്നുള്ള പ്ലാറ്റ്ഫോം ഒരു ക്രാഷ് ബാച്ച് അല്ലെ, പുതുതായി പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റിവിഷന് വേണ്ടി ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ് ടു എക്സാം വരെ ആയിരിക്കും ബാച്ച് ഉണ്ടായിരിക്കുക. നമുക്ക് റെക്കോർഡഡ് ആപ്പില് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ PDF നോട്ട്, അതുകൂടാതെ പേഴ്സണൽ മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കല നമ്മൾ പറഞ്ഞു, ലിറ്ററേച്ചർ, കൾച്ചർ അല്ലെ, സ്പോർട്സ് അങ്ങനെ പറഞ്ഞു. അപ്പൊ കലയുടെ സിലബസ് ഒന്ന് നോക്കാം. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. കല പറയുമ്പോൾ പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനം, പ്രശസ്തരായ വ്യക്തി, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. ഓക്കെ, നമ്മുടെ ഈ കല എന്നുള്ള ടോപ്പിക്കിൽ നിന്നും കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇതിൽ നിന്നെല്ലാം തന്നെ മിക്സഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്ക് എന്താ എംഫസൈസ് ചെയ്ത് അങ്ങനെ പറയാൻ കഴിയില്ല. പ്രശസ്തമായ സ്ഥലം, പ്രശസ്തമായ സ്ഥാപനം, പ്രശസ്തരായ വ്യക്തി, കലാകാരന്മാര്, എഴുത്തുകാര്. ഓക്കെ, ഈ എഴുത്തുകാര്, കലാകാരന്മാര്, വ്യക്തികൾ, ഓക്കെ, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ പ്രശസ്തരായ ഏതെങ്കിലും ലേറ്റസ്റ്റ് ഇപ്പോൾ അടുത്തിടെ മരണപ്പെട്ട ഏതെങ്കിലും വ്യക്തിത്വങ്ങളാണെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. കലാകാരന്മാരാണെങ്കിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കായികമാണെങ്കിൽ ഓക്കെ, കായിക രംഗത്തില് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട കായിക താരങ്ങൾ, അവരുടെ കായിക ഇനം, പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ഇതൊക്കെ എന്താ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അതല്ലാതെയും വരാം. നേരത്തെ അവാർഡുകൾ കിട്ടിയിരിക്കുന്ന അവർ ഏത് പ്രകടനത്തിനാണ് അവാർഡ് കിട്ടിയത് അല്ലെ. ഇപ്പൊ PT ഉഷ 1980-84 കാലഘട്ടത്തിലൊക്കെ ഒളിമ്പിക്സില്
എന്താ യോഗ്യത നേടിയിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഏത് ഇനമായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. പിന്നെ പ്രധാന ട്രോഫി, അതുമായിട്ട് ബന്ധപ്പെട്ട ഇനം, പിന്നെ ഓരോ മത്സരത്തിലും കളിക്കുന്ന കളിക്കാരുടെ എണ്ണം, അതൊക്കെ ചോദിക്കാം സ്പോർട്സ് റിലേറ്റഡ്. ഓക്കെ, പ്രധാന കായിക ഇനം, കളിക്കാരുടെ എണ്ണം, പിന്നെ കളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കളിക്കാരുടെ എണ്ണം, അതുപോലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട ട്രോഫി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓരോരോ വ്യക്തിത്വങ്ങൾ. ഓക്കെ, സാഹിത്യ മേഖലയിലാണെങ്കിൽ ഓക്കെ, ആദ്യ കൃതികൾ കർത്താക്കൾ, പിന്നെ എഴുത്തുകാർ, തൂലികാനാമം, അപരനാമം, ഇതൊക്കെ നമുക്ക് മലയാളം റിലേറ്റഡും അല്ലെങ്കിൽ ഇത് സാഹിത്യം റിലേറ്റഡും ചോദിക്കാട്ടെ. വേണമെങ്കിൽ അത് മലയാളത്തിൽ കയറി വരാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. എഴുത്തുകാർ, തൂലികാനാമം, അപരനാമം, അങ്ങനെയുള്ള ടോപ്പിക് ഒക്കെ. പിന്നെ കഥാപാത്രം, കൃതി, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, കഥാപാത്രം, കൃതി, പിന്നെ എഴുത്തുകാർ, തൂലികാനാമം. പിന്നെ പത്രപ്രവർത്തനം. അപ്പൊ ഈ പത്രത്തിന്റെ ഇത് നമുക്ക് ഹിസ്റ്ററിയിലും വരാം ഇല്ലേ, ഇന്ത്യൻ പത്രപ്രവർത്തനം. അതൊക്കെ എന്താണ്, നമ്മുടെ സാഹിത്യം എന്നുള്ള ടോപ്പിക്കിലും കയറി വരാം, ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്കിലും കയറി വരാം. അപ്പൊ അത് ആ ഒരു ടോപ്പിക് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാഹിത്യം റിലേറ്റഡ് ചോദിക്കാം. പിന്നെ ഇതൊക്കെ കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ട് നമുക്ക് വരുന്നതാണ് അല്ലെ. നമ്മൾ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പൊ വേറെയുള്ള കറണ്ട് അഫെയർസും കൂടി ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ആക്കും. ഇനി വരും ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ നമുക്ക് ഡിഗ്രി ലെവൽ ലൈവ് സീരീസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ലൈവ് സീരീസ് എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ രാത്രി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ജ്ഞാനപീഠം നമുക്കറിയാം 1965 അത് കൊടുത്തു തുടങ്ങിയത്. പിന്നെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായിട്ട് കിട്ടി. പിന്നെ എസ് കെ പൊറ്റക്കാടിന് കിട്ടി 1980. 84 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കിട്ടി. 95 എം ടി വാസുദേവൻ നായർക്ക് കിട്ടി. 2007 ONV. ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ആർക്കാണ്? 2019 അക്കിത്തത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജ്ഞാനപീഠം, അതിന്റെ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫെയർ റിലേറ്റഡ് ജ്ഞാനപീഠം കിട്ടിയത് ആർക്ക്, അങ്ങനെയുള്ളതൊക്കെ പഠിച്ചിരിക്കാം. പിന്നെ മലയാള സിനിമ അല്ലെ, മലയാള സിനിമയുടെ ഉത്ഭവം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ സംസ്കാരം പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലം, പ്രധാനപ്പെട്ട ഉത്സവം, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കലാ, കായികം, സാഹിത്യം, സംസ്കാരം, അത്രയും ടോപ്പിക്കിൽ നിന്ന് കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ 10 മാർക്ക് ഉണ്ട്. അപ്പൊ എല്ലാ ടോപ്പിക്കുകളും മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്, അതായത് IT മേഖലയാണ്. മെമ്മറി ഡിവൈസസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മെമ്മറി ഡിവൈസസ് അല്ലെ, റാം, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി അല്ലെ, ക്യാഷ് രജിസ്റ്റർ, അത് റിലേറ്റഡ് ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി ഏത് അല്ലെ, അല്ലെങ്കിൽ റാമിനും CPU-വിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ, സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷൻ ഉണ്ട്. IT ആക്ട് ചോദിക്കാം അല്ലെ, സൈബർ ക്രൈംസ് ചോദിക്കാം. നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സർവീസസ്, ഇന്റർനെറ്റ് ആൻഡ് സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ അല്ലെ, ഇതൊക്കെ റിലേറ്റഡ് ചെയ്ത് IT ചോദിക്കാം. IT നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷെ ഇതുപോലെ ചൂസ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഇത്തിരി ഉള്ളൂ അല്ലെ. അധികം ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ IT മേഖലയിൽ നിന്ന് ഈ കഴിഞ്ഞ എക്സാമിനേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മാത്രമല്ല, 10th ലെവൽ, +2 ലെവലിലൊക്കെ ITക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. IT ക്വസ്റ്റ്യൻസിന് IT ഒക്കെ നമുക്ക് 5 മാർക്ക് ഉണ്ട്. അപ്പൊ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്കറിയാം, മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിനാണ് അല്ലെ. ഇംഗ്ലീഷ് 20 മാർക്ക്, മാത്സ് 20 മാർക്ക്, മലയാളം 10 മാർക്ക് അല്ലെ. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാവർക്കും ഒരേപോലെ അല്ല. ചിലവർക്ക് ഇംഗ്ലീഷ് എളുപ്പമായിരിക്കാം, ചിലവർക്ക് മാത്സ് എളുപ്പമായിരിക്കാം, ചിലർക്ക് മലയാളം എളുപ്പമായിരിക്കാം. മൂന്നും എളുപ്പമുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഇത് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് ഈ 3 സബ്ജക്റ്റിൽ നിന്നാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് നമ്മൾ പാസ്സായി പോരും. അപ്പോൾ ഗണിതത്തില് ഈ കാണുന്നതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിലെ തന്നെ ഏറ്റവും ടോപ്പിക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ് അല്ലെ. സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ, അതുപോലെ തന്നെ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ. പിന്നെ നമുക്ക് വരുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെൻസുറേഷൻ, ജോമെട്രിയിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എക്സ്പോണന്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ടുള്ളത് ഞാൻ 2, 3, 4, 5 ടോപ്പിക് പറയാം. എല്ലാം പഠിക്കണം. മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാ ടോപ്പിക്കും പഠിക്കണം. എങ്കിലും ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത്
ഏതാ നമ്പേഴ്സ്, അതുപോലെ തന്നെ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ. ഓക്കെ, നമ്പേഴ്സിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. ഓക്കെ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസും ഏകദേശം ഒരു മോർ ദാൻ 10. ഓക്കെ, 10 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മെൻസുറേഷൻ എന്ന് പറയുന്ന ജോമെട്രി ആണ്. അത് പഠിക്കണം. ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ മെൻസുറേഷൻ പഠിക്കാൻ നേരത്ത് നിങ്ങൾ ഇക്വേഷൻസ് എവിടെയെങ്കിലും ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു പോവുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇതെല്ലാം തന്നെ അപ്ലോഡഡ് ആണ്, എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. ഇനി പ്രോഗ്രഷൻ അല്ലെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ഉണ്ട്. അത് 13 മാർക്കിനാണ്. ടൈം ആൻഡ് വർക്ക് 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചോദിച്ചിട്ടുണ്ട്, ആവറേജ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് പറഞ്ഞത്. എല്ലാ ടോപ്പിക്കും പഠിക്കണേ. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഓക്കെ, മാത്സ് മാത്രമല്ല, മാത്സ് 10 മാർക്ക്, പിന്നെ മാനസിക ശേഷി റിലേറ്റഡ് 10 മാർക്ക്, അങ്ങനെയല്ലേ മൊത്തം 20 മാർക്ക് വരുന്നത്. മാനസിക ശേഷി എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി ആണ്. ശ്രേണി, സംഖ്യാശ്രേണി, അക്ഷരശ്രേണി അങ്ങനെയുള്ളത്, ഗണിത ചിഹ്നങ്ങൾ റിലേറ്റഡ്, പിന്നെ സ്ഥാന നിർണ്ണയം ഉണ്ട്, സമാന ബന്ധങ്ങളുണ്ട്, ഒറ്റയാനെ കണ്ട ഓഡ് വൺ ഔട്ട് ഉണ്ട്, ഒറ്റയാനെ കണ്ടെത്താനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ബോർഡ് മാസ് റിലേറ്റഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും, ക്ലോക്ക് ഉണ്ടാവും, കലണ്ടർ ഉണ്ടാവും, ഫാമിലി റിലേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി അധികം ടോപ്പിക്കുകൾ ഉണ്ട്. അതില് ഈ നമുക്ക് മാത്സിനേക്കാൾ കൂടുതൽ കാണാതെ അല്ലെങ്കിൽ ചെയ്യാതെയൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നത് മെന്റൽ എബിലിറ്റി ആണ്. കാരണം അത് ജസ്റ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മെന്റൽ എബിലിറ്റി കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ, പ്രത്യേകിച്ച് കാണാതെ ഒന്നും പഠിക്കേണ്ടതില്ല. സീരീസ് കോഡിങ് അതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് കോഡിങ് നമുക്ക് കിട്ടും. പിന്നെ എന്താ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് അല്ലെ, ബോർഡ് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ, ദിശാവബോധം അല്ലെ, കലണ്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ക്ലോക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ അനലോഗി ഉണ്ട് അല്ലെ, അത് വേർഡ് സീരീസ് വരാം, നമ്പർ സീരീസ് വരാം, അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് വരാം. പിന്നെ ഫാമിലി റിലേഷൻസ് ഉണ്ട്, കുടുംബ ബന്ധങ്ങൾ അല്ലെ. പിന്നെ നമുക്ക് പൊസിഷൻ വേണമെങ്കിൽ വരാം. ഒരു ടേബിളിന് ഇന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. എയുടെ ഇടതുവശത്താണ് ഇയുടെ വലതുവശത്താണ് സിയുടെ ഓപ്പോസിറ്റ് ആണ് ഡി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതൊക്കെ മെന്റൽ എബിലിറ്റി റിലേറ്റഡ് ആണ്. പിന്നെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ് പോലെ തന്നെ, മാത്സിൽ 10, മെന്റൽ എബിലിറ്റി 10, മൊത്തം 20 മാർക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഗ്രാമർ 10 മാർക്ക്, വൊക്കാബുലറി 10 മാർക്ക്. ഓക്കെ, അപ്പൊ എന്താ വൊക്കാബുലറി പഠിക്കണം, ഗ്രാമർ പഠിക്കണം. ഗ്രാമർ നമുക്ക് ടൈപ്പ് ഓഫ് സെന്റൻസ്, ഡിഫറൻസ്, പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ്, സബ്ജക്ട് വെർബ്, ആർട്ടിക്കിള്, കോൺകോഡ്, പിന്നെന്താ ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്, ടെൻസ്, റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അഡ്ജക്റ്റീവ്സ്, പ്രപ്പോസിഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഗ്രാമർ പോർഷൻ അല്ലെ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച് കൊടുക്കണം. പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം, പാർട്സ് ഓഫ് സ്പീച്ചിന് കൊടുക്കണം, ടെൻസിന് കൊടുക്കണം, കോൺകോഡിന് കൊടുക്കണേ, പ്രപ്പോസിഷൻ കൊടുക്കണം, കോൺകോഡിന് കൊടുക്കണം, ക്വസ്റ്റ്യൻ ടാഗിന് കൊടുക്കണം, കറക്ഷൻ ഓഫ് സെന്റൻസ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഏതൊക്കെയാ? റിപ്പോർട്ട് സ്പീച്ചിന് കൊടുക്കണം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന് കൊടുക്കണം, പാർട്സ് ഓഫ് സ്പീച്ചിന് കൊടുക്കണം. ഓക്കെ, ഇവിടെ റിപ്പോർട്ട് സ്പീച്ച് ഒന്നും മെൻഷൻ ചെയ്തില്ല. റിപ്പോർട്ട് സ്പീച്ചിന് കൊടുക്കണം, റിപ്പോർട്ടർ സ്പീച്ച്. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന് കൊടുക്കണം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന് കൊടുക്കണം. പിന്നെ പ്രപ്പോസിഷൻ, കോൺകോഡ്, ക്വസ്റ്റ്യൻ ടാഗ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഇതൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കി വെക്കേണ്ട ഏരിയാസ് ആണ്. ഇതിൽ നിന്നൊന്നും ഒന്നും തന്നെ ഒഴിക്കാനില്ല. ഇതൊക്കെ എങ്ങനെയായാലും നോക്കേണ്ട ടോപ്പിക് തന്നെയാണ്. പിന്നെ മലയാളത്തിന് നമുക്ക് കൂടുതലും വൊക്കാബുലറി ആണ്. പദശുദ്ധി എങ്ങനെയായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. എങ്ങനെയായാലും ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാലും പദശുദ്ധി ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാലും ബാക്കി ശുദ്ധി ഉണ്ടാവും, പരിഭാഷ ഉണ്ടാവും, ഒറ്റപ്പദം ഉണ്ടാവും. ഓക്കെ, പിന്നെ സിനോണിയം, പര്യായം ഉണ്ടാവും, വിപരീത പദം, ശൈലി, പഴഞ്ചൊല്ല്, ചേർത്തെഴുതുക, പുല്ലിംഗം, സ്ത്രീലിംഗം, വചനം, തിരിച്ചെഴുത്, ഘടകപദം. ഇത്രയാണ് മലയാളം ടോപ്പിക് ഉള്ളത്. ഓക്കെ, മലയാളം ടോപ്പിക്കില് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പിന്നെ ശൈലി, പഴഞ്ചൊല്ല്. ഓക്കെ, പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകൾ എങ്ങനെയായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മാക്സിമം നിങ്ങൾ ഓരോ ദിവസവും ഇത്ര ടോപ്പിക് വെച്ച്, അതായത് ഓരോ ദിവസം നമ്മളിപ്പോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ മാത്സിലെ 1-2 ടോപ്പിക് പഠിക്കുക, ഇംഗ്ലീഷിൽ 1-2 ടോപ്പിക് പഠിക്കുക, മലയാളം 1-2 ടോപ്പിക് പഠിക്കുക. പിന്നെ ജി കെ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു ചൂസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തു നമ്മളൊരു ബാച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ റിലേറ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക, പ്രിലിംസ് കടക്കുക.
പിന്നെ മെയിൻസിന് വേണ്ടി പഠിക്കുക. ഓക്കെ, അടുത്തൊരു സെഷൻ അല്ലെങ്കിൽ അടുത്തൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.